ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ആക്ഷൻ ക്യാമറ പരിചയപ്പെടുത്താൻ വന്നേക്കാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് അൾട്രാ HD ആക്ഷൻ ക്യാമറ. ഇത് നമുക്ക് 3000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. എക്സാക്ട് റേറ്റ് ഞാൻ അവസാനം പറയാം. നമുക്ക് അൾട്രാ HD ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വൈഫൈ ക്യാമറയാണ്. വാട്ടർ റെസിസ്റ്റൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. വാട്ടർ പ്രൂഫ് 40 മീറ്റർ വരെ വാട്ടർ പ്രൂഫ് വരുന്ന ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യാം. അടിപൊളി ക്യാമറ ആട്ടോ വരുന്നത്. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഇതേ കണ്ടോ, ഇതാണ് മുതൽ ചേട്ടാ. ഇത് 4K ആക്ഷൻ ക്യാമറയാണ് വരുന്നത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും അൺബോക്സിംഗും ഇതിന്റെ വീഡിയോ ഫുട്ടേജും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തുറന്നെടുക്കുന്നത് ഇതിന്റെ ക്യാമറയാണ്. ക്യാമറ നമുക്ക് കണ്ടോ, ഇത് ക്യാമറ നമുക്ക് പിന്നീട് പരിചയപ്പെടുത്താം. പിന്നെ ഇതിന്റെ യൂസർ മാനുവൽ വരുന്നത്. യൂസർ ഗൈഡിനകത്ത് എല്ലാം കാര്യം എഴുതിയിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ മൗണ്ടൊക്കെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ സ്വിച്ചും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന അടുത്ത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ, എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന്. പിന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് നമുക്ക് ബാക്കി മൗണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈ ഹെൽമെറ്റ് മൗണ്ട്, പിന്നെ മറ്റേ നമ്മുടെ ബൈക്കിൻ്റെ ഹാൻഡിൽ, എല്ലാ സാധനവും വിത്ത് ഫുള്ള് ഇതാണ് വരുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഹെൽമെറ്റ് മൗണ്ടിൻ്റെ കേട്ടോ. ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ഇതിൻ്റെ ബേസ് വരുന്ന ഈ സ്പോഞ്ചില്ലേ, ആ സ്പോഞ്ചും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു 2 സ്പോഞ്ചും നമുക്ക് വന്നിട്ടുണ്ട്, ആ താഴെ വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജർ C ടൈപ്പ് ചാർജറാണ്. ഡയറക്റ്റ് പിൻ ചെയ്യാൻ C ടൈപ്പ് ചാർജർ. ബാറ്ററി എടുത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻബിൽറ്റ് ബാറ്ററി വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ഫ്രെയിം, നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ ബെൽറ്റ്, നമുക്ക് ഹെൽമെറ്റ് മൗണ്ടിൽ ഇടുന്ന ബെൽറ്റുകൾ ഒരു 3 ടൈപ്പ് ബെൽറ്റ് വരുന്നുണ്ട്. 2 ചെറുതും 2 വലുതും. ഇതുണ്ടോ, ഇത്രയും ഗാഡ്ജറ്റ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഈ ആക്ഷൻ ക്യാമറയുടെ കൂട്ടത്തിൽ ഇത്ര സാധനം നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറ പരിചയപ്പെടുത്താം. നമുക്കിത് എടുക്കുമ്പോൾ ഈ ഒരു ഇതിലാണ് ക്യാമറ കിട്ടുന്നത്. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസാണ് വരുന്നത്. ഇത് നമുക്ക് നേരെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്യാമറ കാണാം. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ എടുക്കുന്നു. ഇതാണ് ക്യാമറ വരുന്നത് കേട്ടോ. കണ്ടോ, 4K അൾട്രാ HD വരുന്ന ക്യാമറ വരുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഫ്രണ്ട് ഫേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് 2 സ്ക്രീനുണ്ട്. ബാക്ക് സ്ക്രീനും ഉണ്ട്, ഫ്രണ്ട് സ്ക്രീനും ഉണ്ട്. നമുക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മോഡാണ് ഇവിടെ, എൻ്റെ പവർ ബട്ടണ്, പിന്നെ ഇതിന് സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. ഇവിടെ കുത്തി ചാർജ് ചെയ്യാം. ഇൻബിൽട്ട് മൈക്കിൻ്റെ ഇവിടെ ഉണ്ട്, മൈക്കുണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാവേ. ഓൺ ചെയ്യുന്ന ഇതാണ്. നമുക്ക് ഇതിലൊരു 2 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഇവിടെ ലൈറ്റ് കത്തിയുണ്ടോ, ഓണായി. കണ്ടോ, ഇത് ഓണായിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ 4K എടുക്കുന്നത്. 4K മൈക്ക് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഒരു മോഡിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് ഫോട്ടോ മോഡായി. കണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ? ഇതാണ് ഫോട്ടോ മോഡ്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കാണാവേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടിൻ്റെ സാധനമാണ്. ഇത് നമുക്ക് ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ, ഇത്ര നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്പ് ഒന്നും വരാത്ത സാധനം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇതുണ്ടോ, ഇത്ര ക്വാളിറ്റിയിൽ നമുക്ക് കാണാം. അത്യാവശ്യം നല്ലതായിട്ട് ഫോക്കസ് എല്ലാം ആകുന്നുണ്ട് സാധനം. പിന്നെ ഇതിൻ്റെ മോഡിലേക്ക് കിടക്കാം. മോഡ് വരാൻ നേരത്ത് നമുക്ക് ഇത് ഫോട്ടോ വരുന്നത് കേട്ടോ. നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇത് കണ്ടോ, നമുക്ക് കാണാം. ഇതിനകത്ത് ഫൂട്ടേജ് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണത്തില്ലേ? നോക്ക്, ഇതാണ് എൻ്റെ ക്യാമറ. 16 MB ക്യാമറ ആയിട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷനൊക്കെ ആണ് സൈഡിലാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡിൽ സെലക്ട് ചെയ്യാം. ഇതിപ്പം നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇതുണ്ടോ, നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാം. 1080p 30 FPS ഷൂട്ട് ചെയ്യാം. 720p 30 FPS ഷൂട്ട് ചെയ്യാം. എല്ലാം നമുക്ക് 30 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 60 സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 4K 30 FPS ആണ്. അപ്പോൾ നമ്മളത് ഓക്കെ ആയിട്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ താഴോട്ട് വരുമ്പോൾ ലൂപ്പ് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളും, ഒരു മിനിറ്റ്,
ഇതുണ്ട്. താഴോട്ട് വരുമ്പോൾ ലൂപ്പ് റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്ര ടൈമിലാണ് ലൂപ്പ് റെക്കോർഡ് ചെയ്യുന്നത് അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതൊക്കെ അടിക്കാം. പിന്നെ താഴെ ടൈം ലാപ്സ് വീഡിയോ നമുക്ക് എടുക്കാം. ഇതിനകത്ത് ഇതുണ്ടോ, ടൈം ലാപ്സ് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഓക്കെ അടിക്കാം. താഴെ വരുമ്പോൾ ഓഡിയോയുടെ നമ്മൾ സോഴ്സും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാം. ഓഡിയോ ഓൺ ആക്കണോ ഓഫ് ആക്കണോ അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്കിതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൺ ആക്കണം വീഡിയോ. പിന്നെ ടൈമർ ഫോട്ടോ, നമ്മൾ ഫോട്ടോ തന്നെ എടുക്കണമെങ്കിൽ ടൈമർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ബേസ്റ്റ് ഷൂട്ടിങ്, നമുക്ക് എത്ര എണ്ണം ബേസ്റ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ആക്കി എടുക്കാം. ഇതിനകത്ത് ഇത്ര ഇത് വരുന്നുണ്ട് കേട്ടോ, ഫ്രീക്വൻസി എത്ര വേണമെന്ന്. നമ്മൾ ഫ്രീക്വൻസി 50 fps നമ്മൾ 60 fps ഇടുന്നുണ്ട്, HS ഇടുന്നുണ്ട് കേട്ടോ. 60 SS നമ്മൾ ഫ്രീക്വൻസി ഇടുന്നുണ്ട്. പിന്നെ സ്ക്രീൻ സേവർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ എപ്പോഴും ഓഫ് ആകുന്നത്, അതിൻ്റെ സ്ക്രീൻ സേവറും കാര്യങ്ങളൊക്കെ നമ്മളത് ഓഫ് ചെയ്തിട്ടേക്കുന്നത്, ഓഫ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പവർ ഓഫ് ഓഫ് ആക്കിയിട്ടുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. പിന്നെ ബട്ടൺ സൗണ്ട്, ഈ വരുന്ന ഞെക്കുമ്പോൾ ബട്ടൺ സൗണ്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഡേറ്റ്, ടൈം, കാർ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന, ഇപ്പം നമ്മൾ സ്കേറ്റിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്യുവാണെങ്കിൽ കാർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. പിന്നെ ഇത് ഫോർമാറ്റ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുള്ളത്. ഇതാണ് ഇതിനകത്ത് സെറ്റിങ്സ്. ഇത്രയാണ് വരുന്നത് കേട്ടോ, ഇത്രയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷനകത്ത് പോകും. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ വഴി ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷനകത്ത് പോകും. ഇത്രയാണ് ഇതിനകത്തെ മെയിനായിട്ട് ഫീച്ചേഴ്സ് വരുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം വരുന്നേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിനകത്ത് വീഡിയോ ഫൂട്ടേജ് കാണിക്കുമെന്ന് വിചാരിച്ചത്, നമുക്ക് മെമ്മറി കാർഡ് എടുത്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്ത, മെമ്മറി കാർഡ് ഇല്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്ക് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്ത് ഫൂട്ടേജ് കാണിക്കായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തുകൂടി കാണാമെന്ന് വിചാരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഈ ഗ്രനേറോടെ എൻ്റെ മൈക്കിൻ്റെ കവറാണ് വരുന്നത് കണ്ടോ, മൈക്കിൻ്റെ കവർ. ഇത് ഇത്രയും ക്വാളിറ്റിയിൽ നമുക്കിതിനകത്തുകൂടി കിട്ടും കണ്ടോ. ജസ്റ്റ് വീഡിയോ ഫൂട്ടേജ് കാണിക്കുന്നുണ്ടേ, ഇതുണ്ട്. ഇതാണ് ഇതിനകത്ത് കിട്ടുന്ന വീഡിയോ ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ കണ്ടോ. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമുക്കിതിനകത്ത് കിട്ടും. അത്യാവശ്യം, അതായത് ഈ 3000 താഴെ നിൽക്കുന്ന റേഞ്ചിൽ അത്യാവശ്യം ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫൂട്ടേജ് ഇടാത്തത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെ കിട്ടും. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും വരുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻബിൽറ്റ് ബാറ്ററി അല്ല, ഈ നേരെ ചാർജ് ചെയ്യാനാണെങ്കിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പം ബാക്ക് സ്ക്രീനാണ് കാണുന്നത്. ബാക്ക് സ്ക്രീൻ നമുക്ക് കാണാം. ഇപ്പോൾ ഫ്രണ്ട് സ്ക്രീനിലോട്ട് ആക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡിലത്തെ ബട്ടൺ ഉണ്ടോ, അതായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഫ്രണ്ട് സ്ക്രീൻ ആവും കണ്ടോ. ഫ്രണ്ട് സ്ക്രീൻ ആയി കഴിയുമ്പോൾ നമുക്ക് സെൽഫി ആയിട്ട് വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം കറക്റ്റായിട്ട്. ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെ വന്നത് കേട്ടോ. ഫ്രണ്ട് സ്ക്രീനും കിട്ടുന്നുണ്ട്, ബാക്ക് സ്ക്രീനും കിട്ടുന്നുണ്ട്. തിരിച്ച് സ്വിച്ച് ചെയ്യാനാണെങ്കിൽ ഇത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് സ്വിച്ചായി ഉണ്ടോ. ഇതാണ് മെയിനിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ക്യാമറയുടെ റേറ്റ് പറഞ്ഞത് 2800 രൂപയാണ് വരുന്നത്. 2800 രൂപയ്ക്കാണ് നമ്മൾ ഈ ആക്ഷൻ ക്യാമറത്ത് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും വർക്കാകുന്നുള്ള സ്ക്രീനുള്ള ഈ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ക്യാമറ കൊടുക്കുന്നത് 2800 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചാൽ ആക്ഷൻ ക്യാമറ കുറഞ്ഞ റേഞ്ചിലുണ്ടോ എന്ന്. ഗോപ്രോയൊക്കെയാണ് ചോദിക്കുന്നത്. ഗോപ്രോയ്ക്കൊക്കെ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഗോപ്രോയ്ക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു 10 റേഞ്ചിലൊക്കെ ഗോപ്രോ കിട്ടത്തുള്ളൂ. അപ്പം കുറഞ്ഞ റേറ്റിൽ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാനും ബൈക്കിൻ്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ 4K ക്യാമറ വരുന്നത്. നമ്മുടെ ലോ സെഗ്മെന്റിൽ, അതായത് 2800 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാമറ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്ത് 4K ഷൂട്ട് ചെയ്യാനും വീഡിയോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നവർക്ക് പറ്റിയൊരു ആക്ഷൻ ക്യാമറയാണ് വരുന്നത്. ഇത്ര ഉള്ളത്, ഇത് ഇത്ര സൈസേ ഉള്ളൂ. അപ്പോൾ ആരും വേണമെങ്കിൽ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.